ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജോർദാനിലെ US സേനയ്ക്കും ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്കും നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇറാന് കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് നടത്തിയ നീക്കം അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിലെ ലക്ഷ്യമിട്ട് ഇറാൻ വിക്ഷേപിച്ച ഓരോ ബാലിസ്റ്റിക് മിസൈലുകളും ലക്ഷ്യസ്ഥാനത്തെ എത്തും മുൻപേ തന്നെ തകർത്തെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ സൈനികർ മിസൈലുകളുടെ സ്ഥാനം കൃത്യമായി നിരീക്ഷിക്കുകയും അവയെ തകർക്കുകയും ചെയ്തെന്നും അത് താൻ തത്സമയം കണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാഖിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളെ ലക്ഷ്യമിട്ട് സൗദി US സംയുക്ത ആക്രമണം നടന്നിരുന്നു. സൗദി അറേബ്യയിലെ എണ്ണ സംസ്കരണശാലകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദികളെന്ന് ആരോപിച്ചാണ് ഇറാഖി പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന് നേരെ ആക്രമണം നടത്തിയത്. ഇറാഖിലെ ഗസ്ര മേഖലയിൽ PMF-ന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സൗദി മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിടാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇറാൻ ചൈനയിൽ നിന്ന് ആയുധം വാങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. തോളിൽ വെച്ച് തൊടുക്കാവുന്ന ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ മിസൈൽ ലോഞ്ചറുകളാണ് ഇറാൻ വാങ്ങുന്നതെന്നാണ് വിവരം. ഏകദേശം 60 മുതൽ 70 മില്യൺ ഡോളർ വരെ വിലമതിക്കുന്ന സൈനിക കരാറാണ് ഇതെന്നാണ് വിവരം.